ബാബു ഒരു ഇമോഷനാണ്, സെന്റിമെന്റ്സ് ആണ്. ബാബു ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, അത് ഞങ്ങൾ അനുഭവിക്കുന്നതാണ്. ബാബുവിനെ വിട്ടൊരു അമ്മയില്ല. അമ്മയുടെ ഫുൾ ടൈം ഡ്രൈവറാണ് ബാബു. ആ ബസ്സിനുള്ളിൽ കണ്ടക്ടർമാരും ചക്കർമാരുമൊക്കെയായി ഒരുപാട് പേരിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ പകരക്കാരെ വയ്ക്കാം. പക്ഷേ ബാബുവിന് പകരക്കാരനില്ല. നടൻ മമ്മൂട്ടിയുടെ വാക്കുകളാണ്. പൊതുവെ അളന്നും മുറിച്ചും മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന മമ്മൂട്ടി അന്ന് അമ്മയുടെ പൊതുയോഗത്തിൽ വാചാലനായി. ബാബുവിനെ വിട്ടിട്ടൊരു അമ്മയില്ല കേട്ടോ. കാരണം ബാബു ഇതിന്റെ ഫുൾ ഡ്രൈവറില്ലാതെ നമ്മുടെ കണ്ടക്ടർമാരും ചക്കർമാരും ഒക്കെ ഇരിപ്പുണ്ട്. അത് വേണം ഏറെ ആൾ തെറ്റൊക്കെ. എന്നാലും ബാബു വേണം. ബാബു ഇടവേള ബാബു എന്ന നടനെ, സംഘാടകനെ അടയാളപ്പെടുത്താൻ ഇതിലും മികച്ച വാക്കുകൾ വേറെയില്ല. മമ്മൂട്ടി പറഞ്ഞതുപോലെ അമ്മ എന്ന ബസ് സുഗമമായി സഞ്ചരിക്കുന്നത് കണ്ണും കാതും കൂർപ്പിച്ച് കരുതലോടെ ബാബു ആ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് കൊണ്ടാണ്. അതിലെ ഓരോ യാത്രക്കാരൻ്റെയും ലക്ഷ്യസ്ഥാനങ്ങൾ ബാബുവിനോളം കൃത്യമായി അറിയുന്ന മറ്റൊരാളില്ല. അതുകൊണ്ടാണ് 2.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും യാത്ര സുഗമമായി തുടരുന്നത്. അതിനർത്ഥം അഭിപ്രായ ഭിന്നതകളും അസ്വാരസ്യങ്ങളുമൊന്നുമില്ല എന്നല്ല. അതിനെയെല്ലാം തന്റെ ക്ഷമ കൊണ്ടും കർമ്മോത്സുകത കൊണ്ടും അതിജീവിക്കാൻ കഴിയുന്ന സംഘാടകനായി അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബു മാറിയിടത്താണ് മമ്മൂട്ടിയുടെ വാക്കുകൾ വീണ്ടും പ്രസക്തമാകുന്നത്. ബാബുവിന് പകരക്കാരനില്ല. തലപ്പൊക്കമുള്ള ഒരു കഥാപാത്രത്തിലൂടെ മലയാള സിനിമയുടെ തിരുവരങ്ങിലെത്തുന്നതിന് മുമ്പേ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിലെയും ക്രൈസ്റ്റ് കോളേജിലെയും വേദികളിൽ നിറഞ്ഞാടിയ ഒരു നർത്തകന്റെ വേഷമുണ്ടായിരുന്നു ബാബുചന്ദ്രന്. യുവജനോത്സവ വേദികളിലും ആ മികവിന്റെ മിന്നലാട്ടം പലവട്ടം തെളിഞ്ഞു. സംഗീതാധ്യാപിക കൂടിയായ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ താളബോധമാണ് ബാബുവിന് സിനിമയിലും താങ്ങായത്. എന്നിട്ടും വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങളൊന്നും ആ നടനെ തേടി എത്തിയില്ല. അത് കാലം കാത്തുവെച്ച് നിയോഗമായിരിക്കാം. ഒരു അഭിനേതാവിന്റെ തിരക്കുകളിലേക്ക് ബാബു വീണുപോയിരുന്നെങ്കിൽ, അതിന്റെ അലങ്കാരഭാരങ്ങൾ അദ്ദേഹത്തിന് ബാധ്യതയായിരുന്നുവെങ്കിൽ, അമ്മ പോലൊരു സംഘടനയുടെ തലപ്പത്തിലേക്ക് ഉയരാനും അവിടെ എല്ലാവരുടെയും സെന്റിമെന്റ്സായി മാറാനും ബാബുവിന് കഴിയുമായിരുന്നില്ല. നടനായില്ലെങ്കിലും അദ്ദേഹം ഏറ്റെടുത്ത റോളുകളെല്ലാം മികച്ചതാക്കി. ബാബു KSFTCയുടെ വൈസ് ചെയർമാനായിരുന്നപ്പോഴാണ് ഗവൺമെന്റ് തിയേറ്ററുകളെല്ലാം നവീകരിക്കപ്പെട്ടത്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ മാനേജറായിരുന്നപ്പോഴാണ് കേരള സ്ട്രൈക്കേഴ്സ് ഏറ്റവും അധികം വിജയങ്ങൾ സ്വന്തമാക്കിയത്. സ്റ്റേജ് ഷോകളുടെ സംവിധായകനായപ്പോഴാണ് പുകൾപ്പെട്ട പല പരിപാടികളുടെയും പിറവിക്കും കാരണമായത്. സീരിയൽ സംഘടനയായ ആത്മയുടെ തലപ്പത്തേക്കും അതിന്റെ പിന്നണി പ്രവർത്തകർ ബാബുവിനെ ക്ഷണിച്ചുകൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ലെന്ന് വന്നപ്പോഴാണ്. സർഗാത്മകതയുടെ പറുദീസയ്ക്ക് പുറത്ത് ഉത്തരവാദിത്തം കാത്തിരിപ്പുണ്ട് എന്ന നൊബേൽ സമ്മാന ജേതാവും ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരിയുമായ നദീൻ ഗോഡിമറുടെ വാക്കുകളെ അക്ഷരം പ്രതി ശരിവെക്കുന്നതാണ് ഇടവേള ബാബുവിന്റെ ജീവിതം. ആ തിരക്കുകൾക്കിടയിൽ ബാബു മനഃപൂർവ്വം മറന്നുകളഞ്ഞതാണ് വിവാഹം. പ്രണയം വെട്ടിപ്പിടിക്കലിൻ്റേതല്ല, ത്യാഗത്തിൻ്റേതു കൂടിയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ആ മറവിയിൽ അടങ്ങിയിരിക്കുന്നത്. നടനായും സംഘാടകനായും ജീവിതത്തിൽ ഇനിയും പേരിടാത്ത പല റോളുകളിലും ഇടവേളകളില്ലാതെ ഇടവേള ബാബു അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സംഭവബഹുലമായ ആ ജീവിതത്തിന്റെ ഏടുകൾ ബാബു തുറന്നു പറഞ്ഞത് ക്യാൻ ചാനലിനോടാണ്. അതിന്റെ സംക്ഷിപ്ത രൂപമാണ് ലിബി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഇടവേളകളില്ലാതെ എന്ന പുസ്തകം. അവതാരികയിൽ നടൻ മോഹൻലാൽ പറഞ്ഞതുപോലെ എല്ലാ സിനിമാ പ്രവർത്തകരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇടവേളകളില്ലാതെ. അമ്മയിൽ നിന്ന് ഒരിടവേള വിശ്രമത്തിനായി മാറി നിൽക്കുന്ന അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബുവിന് സമർപ്പിക്കാൻ ഇതിലും നല്ലൊരു പുരസ്കാരം വേറെയില്ല. നമുക്ക് അടുത്ത ഒരു ചടങ്ങിലേക്ക് കടക്കാം. ഈ ഒരു ചടങ്ങ് ചെയ്യണം, ഇങ്ങനെ ഒരു കാര്യം പറയണം, അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ സ്ഥാനത്ത് ആര് നിന്നാലും അങ്ങനെ തന്നെയായിരിക്കും ആ ഒരു മാനസികാവസ്ഥ എന്നുള്ളത്. പക്ഷേ എങ്കിലും എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഈ കർത്തവ്യം നിറവേറ്റാതെ പറ്റില്ലല്ലോ. ശ്രീ ഇടവേള ബാബു, നമ്മുടെ എല്ലാവരുടെയും ബാബു ചേട്ടൻ, കഴിഞ്ഞ 25 വർഷമായി അദ്ദേഹം അമ്മയ്ക്ക് നൽകിയ അവിശ്വസനീയമായ സേവനത്തിന് നമ്മൾ വാക്കുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നെനിക്കറിയാം. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും വരാത്തവരുടെയും പ്രതിനിധിയായി ഞാനിവിടെ നിൽക്കുന്നത് വളരെ ഇമോഷണലായിട്ട് തന്നെയാണ്. ബാബുട്ട, അങ്ങയുടെ ഈ സമർപ്പണത്തിനും അതുപോലെ അശ്രാന്തമായിട്ടുള്ള പരിശ്രമത്തിനും
ഞങ്ങളുടെ അഭിനന്ദനത്തിൻ്റെ ആഴം അത് എത്രത്തോളം ഉണ്ട് എന്ന് പ്രകടിപ്പിക്കാൻ വാക്കുകൾ പോരാ എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ പറയുന്നത്. എങ്കിലും നമുക്കറിയാം, അമ്മയുമായുള്ള ശ്രീ ഇടവേള ബാബുവിൻ്റെ, നമ്മുടെ ബാബുവേട്ടൻ്റെ ഭരണകാലം ഏറ്റവും മാതൃകാപരമായ ഒന്നായിരുന്നു. നമ്മുടെ അസോസിയേഷൻ്റെയും അതിലെ ഓരോ അംഗങ്ങളുടെയും ക്ഷേമത്തിനും ഉന്നമനത്തിനുമായിട്ട് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം നമുക്കൊരു വഴികാട്ടിയാണ്, പലരുടെയും വെളിച്ചമാണ്, പലർക്കും ശക്തി പകരുന്ന സുഹൃത്താണ്. അമ്മ എന്ന സംഘടനയോടുള്ള പ്രതിബദ്ധതയുടെ മൂർത്തിഭാവമാണ് ശ്രീ ഇടവേള ബാബു എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്ത് രസാണ്, കഴിഞ്ഞ 25 വർഷത്തെ സമഗ്ര സംഭാവനയ്ക്ക് ശ്രീ ഇടവേള ബാബുവിനെ വേണ്ടി അമ്മ അംഗങ്ങൾ ഇവിടെ ആദരിക്കുന്നു. അതിനു മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം, ആത്മകഥ, ഇടവേളകളില്ലാതെ എന്നുള്ള ആത്മകഥ, അത് എഴുതിയിരിക്കുന്നത് ശ്രീ കെ സുരേഷ് അവറുകളാണ്. അതുപോലെ തന്നെ അതിൻ്റെ പബ്ലിക്കേഷൻ ലിബി പബ്ലിക്കേഷൻസ് ആണ്. രണ്ടുപേരെയും, ലിബി പബ്ലിക്കേഷൻസിൻ്റെ ശ്രീ അക്ബർ അവർകളെയും ശ്രീ കെ സുരേഷ് അവർകളെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പുസ്തക പ്രകാശനം ഇപ്പോൾ നമ്മളിവിടെ നടത്തുകയാണ്. നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടനാണ് ഇത് നമുക്ക് വേണ്ടി പ്രകാശനം ചെയ്യുന്നത്. പ്ലീസ്. സുരേഷ് ഏട്ടൻ ലാലേട്ടന് നൽകിക്കൊണ്ടാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ അവതാരിക എഴുതിയ, ലിബി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച, ശ്രീ കെ സുരേഷ് എഴുതിയ ശ്രീ അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബുവിൻ്റെ ജീവിതകഥയെക്കുറിച്ചുള്ള സംക്ഷിപ്ത രൂപം ഒരു പുസ്തകമായി നമുക്കെല്ലാവർക്കും അഭിമാനമായി ഇവിടെ ഇറങ്ങുകയാണ്. ഇടവേളകൾ ഇല്ലാതെ. ലാലേട്ടൻ അവതാരികയിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ സിനിമക്കാരും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകം എന്നാണ് ഇടവേളകളില്ലാതെ ഇതിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏറെ സന്തോഷം ഈ മുഹൂർത്തത്തിന് നമുക്ക് എല്ലാവർക്കും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഈ അവസരത്തിൽ ബാബുവേട്ടനെ ആദരിക്കുക കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷത്തെ അദ്ദേഹത്തിന്റെ സേവനത്തിനായി നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. നമുക്ക് വേണ്ടി അദ്ദേഹത്തെ ആദരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടൻ തന്നെയാണ്. ബാബുവേട്ടന് ലാലേട്ടനും ചേർന്നുകൊണ്ട് ആദരിക്കുന്നു. ബാബുവേട്ടന് നിറഞ്ഞ സ്നേഹം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാബുവേട്ട, അമ്മ എല്ലായ്പ്പോഴും അങ്ങേക്കൊരു കൂട്ടുകെട്ട് മാത്രമല്ല, അതൊരു കുടുംബം തന്നെയാണ്, അതൊരു ആജീവനാന്ത പ്രതിബദ്ധത തന്നെയാണ്. അതെന്നും തുടരും എന്ന് ഞങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാ ആശംസകളും ബാബുവേട്ടന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നൽകാം.